ഹായ് ഫ്രണ്ട്സ്, ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കുറച്ചധികം വർക്കിലും കാര്യങ്ങളിലൊക്കെയാണ് തിരക്കിലാണ്. പിന്നെ അതും തിരക്കി നമുക്കൊരു ചെറിയ പണി കിട്ടിയെന്ന്. അതാണ് ഈ ഒരു വീഡിയോ. നമ്മൾ കുറച്ച് നാൾക്ക് മുമ്പ് എറണാകുളത്ത് ഒരു എക്സിബിഷന് പോയിട്ടുണ്ടായിരുന്നു. അവിടെ നമുക്ക് കുറേ കമ്പനീസും കുറേ ഡീറ്റെയിൽസൊക്കെ കിട്ടിയിട്ട് അതിന് നമ്മളൊരു 25-26 ഇയേഴ്സായിട്ട് മെഷീൻസ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനി നോക്കി കോഴിക്കോട് B&Bയിലാണ് നമ്മൾ ഈ പോകുന്നത്. നമ്മളവിടെ എത്തിയ ടൈമിൽ അവരുടെ സ്റ്റാഫെല്ലാം നല്ല ബിഹേവിയറൊക്കെ ആയിരുന്നു. നമ്മളെ കൂടെ കൊണ്ടുപോയി എല്ലാം കാണിച്ചു തന്നു, മെഷീൻസ് എല്ലാം വർക്ക് ചെയ്ത് കാണിച്ചു തന്നു. നമ്മൾ ഈ പൾവറൈസറാണ് നോക്കാൻ പോയി. അവിടെ 7 HP ഉണ്ട്, 3 HP ഉണ്ട്, 1 HP ഉണ്ട്, പല ടൈപ്പിലുണ്ട്. ഞാനിപ്പോൾ നിങ്ങളെ കേൾപ്പിച്ച 3 HP മോട്ടറിൻ്റെ സൗണ്ടാണ്. നമ്മളതാണ് വീട്ടിലേക്ക് എടുത്തത്. പിന്നെ അതുപോലെ തന്നെ അവിടെ ഓഗർ ഫില്ലിംഗ് മെഷീനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വന്നിട്ട് നമ്മളൊരു സാറ്റർഡേ ആണ് പോയി ഇതെല്ലാം ബുക്ക് ചെയ്ത് പേയ്മെൻറ്റും ചെയ്ത് നമ്മൾ മെഷീൻ മേടിച്ച് സൺഡേ ഒരു നൈറ്റ് 10-10:30 ആയപ്പം ആളെത്തി. ഡ്രൈവർ സാധനം കൊണ്ട് വന്ന് നമ്മൾ സാധനമൊക്കെ സേഫായിട്ട് വീട്ടിൽ ഇറക്കി എല്ലാം ചെയ്തു. അടുത്ത പണി എന്ന് പറയുന്നത്, നമ്മൾ ഇത് സൺഡേ നൈറ്റ് വന്നിട്ട് നമ്മളിത് മൺഡേ ഓപ്പൺ ചെയ്തില്ല, ട്യൂസ്ഡേ ആണ് ഓപ്പൺ ചെയ്ത് നോക്കുന്നത്. ഫുള്ളിങ്ങനെ റാപ്പായിട്ടാണ് വന്നത്. എന്തായാലും ഓപ്പൺ ചെയ്തപ്പോൾ വീഡിയോ എടുത്തുകൊണ്ട് നമുക്കൊരു ഓക്കെ നമ്മുടെ മിസ്റ്റേക്ക് അല്ല എന്നുള്ള പ്രൂഫ് ഉണ്ടായിരുന്നു. എനിവേസ് നമ്മളത് ഓപ്പൺ ചെയ്തപ്പം അത് വർക്ക് ആവുന്നില്ല. അങ്ങനത്തെ കുറേ ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ ടൈം കുറേ വേസ്റ്റായി. ഒരു 1 മന്തോളം നമ്മുടെ ടൈം അധികം വേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓപ്പണിംഗ് വീഡിയോയും ഡീറ്റെയിലും എല്ലാം അവരുടെ കസ്റ്റമർ കെയറിൽ അയച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ അവരവരുടെ മാനേജറിനോട് സംസാരിച്ചിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അന്ന് തന്നെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഓക്കെ നല്ല ടീമാണെന്നുള്ള രീതിയിൽ നമ്മൾ വെയിറ്റ് ചെയ്തു അവർക്ക് വേണ്ടിയിട്ട്. പക്ഷേ അത് 1.5 വെയിറ്റ് ആയിപ്പോയി. അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം.